രാഹുലിൻ്റെ ജന്മദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പെഴുതി KC വേണുഗോപാൽ. അതെ, രാഹുൽ ഗാന്ധി ഒരു നിയോഗമാണ്. തൻ്റെ പ്രസ്ഥാനവും തൻ്റെ കുടുംബവുമൊക്കെ അതിൻ്റെ ഏറ്റവും ഉന്നത അധികാരത്തിൻ്റെ ശ്രേണിയുടെ ഉയർച്ചയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സുഖഫലങ്ങളൊക്കെ അനുഭവിച്ചവരും അവരുടെ പിൻതലമുറക്കാരുമൊക്കെ പല പല പുതിയ ലാവണങ്ങൾ തേടി കടന്നുപോയി. അന്നൊക്കെയും കൗമാരത്തിലും ബാല്യത്തിലും ഭീതിയുടെയും ദുഃഖത്തിൻ്റെയും വേദനകളുടെ നടുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ രക്തം ചീന്തി യാത്രയാകുന്നത് കണ്ട് നിർനിമേഷമായി നോക്കി നിന്ന ഒരു കുടുംബത്തിൻ്റെ പിൻതലമുറക്കാരൻ എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അതുപോലെ PR വർക്കുകളും അടക്കമുള്ള മുഴുവൻ സംഗതികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ജന്മദിനത്തിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കാലത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ കൂടിയാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നുമില്ലായ്മയുടെ നിഷ്പ്രഭമായ ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കിയാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ എന്നതുപോലെ നഷ്ടപ്പെട്ട ഒരു അധികാര കേന്ദ്രത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ അധികാരത്തിൻ്റെ തണലിൽ അഭിരമിച്ചവരും വാരിക്കൂട്ടിയവരും ഒപ്പിച്ചവരും പിടിച്ചു വാങ്ങിയവരുമടക്കം ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവരിൽ പലരുമൊക്കെ ഇവിടെ തണുപ്പില്ലെന്നും അന്നനുഭവിച്ചത്രയും ഇങ്ങോട്ട് ചുരത്തുന്നില്ലെന്നും തോന്നിയപ്പോൾ ഉപേക്ഷിച്ച് കടന്നുപോയ ധാരാളം ആളുകളുണ്ട്. അവരുടെ പിൻതലമുറക്കാരുണ്ട്. ആ ചുറ്റുപാടുകളിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ എല്ലാ സ്ഥലത്തു നിന്നും, മീഡിയകളിൽ നിന്നും, കോടതികളിൽ നിന്നും, അതുപോലെ തന്നെ PR ഏജൻസികളിൽ നിന്നും എന്ന് വേണ്ട AI-കളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നിറച്ചാക്രമിക്കപ്പെടുമ്പോഴും നിറഞ്ഞു നിൽക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ച് KC വേണുഗോപാൽ എന്ന ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആൾ എഴുതിയ ഒരു കുറിപ്പ് വളരെ പ്രസക്തമാണെന്ന് തോന്നി. കോൻ ഹേ രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നേതാക്കൾ കൂട്ടത്തോടെ പരിഹാസാർത്ഥം ഉന്നയിച്ച ചോദ്യം. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ദേശീയ നേതാക്കൾ വരെ ഹാഷ്ടാഗാക്കിയ മുദ്രാവാക്യം. അതിന് മറുപടി തെരഞ്ഞെടുപ്പിനൊടുവിൽ ലഭിച്ചത് ചോദ്യം ഉന്നയിച്ചവർ കണ്ടു കൺകുളിർക്കെ. അവർക്ക് രാജ്യം ഒറ്റക്കെട്ടായി മറുപടി നൽകി, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന്. അത് തുടക്കമോ ഒടുക്കമോ ആയിരുന്നില്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയും സ്നേഹവും വിശ്വാസവുമായിരുന്നു. അന്നും ഇന്നും രാഹുൽ ഗാന്ധി എന്ന പേര്. അതിൻ്റെ തുടർച്ച മാത്രമായിരുന്നു കയ്യിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് സഭയിലേക്ക് കടന്നു വന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ പാഠപുസ്തകത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും ജനാധിപത്യ അവകാശങ്ങളുടെയും മതേതര കാഴ്ചപ്പാടുകളുടെയും ഏറ്റവും വലിയ പരിവർത്തനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പുകളുടെയും നാളുകൾ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതകാലം. ഉയർച്ചയും താഴ്ചയുമുള്ള പടവുകളിൽ പതറാതെ ഉലയാതെ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഹൃദയത്തിലേറ്റി രാഹുൽ സഞ്ചരിച്ചത് തൊട്ടടുത്ത് നിന്ന് കണ്ടതിൻ്റെ ആനന്ദവും വേദനകളും ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും മരണങ്ങൾ രണ്ട് ദുരന്തങ്ങൾ പോലെ ഫോൺ വിളികളായി ഏറ്റുവാങ്ങേണ്ടി വന്ന ബാല്യവും യൗവനവും അതിജീവിച്ചതിൻ്റെ അനുഭവങ്ങൾ കേട്ടു നിന്നിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ തീനാമ്പുകൾ ഉള്ളിൽ പേറിയതുകൊണ്ടാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വഴികൾക്ക് മീതെ പതഞ്ഞൊഴുകുന്ന സ്നേഹമൊഴുക്കി ഈ രാജ്യമൊട്ടുക്കും രാഹുൽ ഗാന്ധി നടന്നത്. പരിഹാസവും അധിക്ഷേപവും ആക്രമണവും പടർത്തിയിട്ടും 4080 കിലോമീറ്റർ ദൂരം കാൽനടയായി നടന്നു കയറി. ഈ രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ഇരുപ്പുറപ്പിച്ചൊരാളിലല്ലാതെ ഇനി ആരിലാണ് ഈ രാജ്യം വിശ്വസിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്? സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഒഴുകുന്ന രാഹുലിൻ്റെ വാക്കുകളിൽ അഗ്നി കണക്കെ വാക്കുകൾ പ്രവഹിക്കുന്നതും അതിൽ എതിർചേരിയിലെ വെറുപ്പിൻ്റെ കൂടാരം വിറങ്ങലിച്ച് നിൽക്കുന്നതും തൊട്ടടുത്ത സീറ്റിലിരുന്ന് കാണുന്നതിന് ഒരു വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയില്ല. ലോക്സഭയിൽ 53 മിനിറ്റ് നേരം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ 78 മിനിറ്റ് നേരമെടുത്തിട്ടും പ്രതിരോധിക്കാനും നേരിടാനും കഴിയാതിരുന്ന പ്രധാനമന്ത്രിക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടാവും ആരാണ് രാഹുൽ ഗാന്ധിയെന്ന്. ആദ്യം അവർ തള്ളും, പിന്നെ കൊള്ളും എന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കോവിഡ് കാലത്ത് രാജ്യത്തുണ്ടായ മരണങ്ങൾ പൂഴ്ത്തിവെക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കേന്ദ്ര സർക്കാരിനെ രാഹുൽ ഗാന്ധി നിരന്തരം വിമർശിച്ചിരുന്നു. സർക്കാർ കണക്കുകൾ തെറ്റാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാദം കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ശരിയെന്ന് തെളിഞ്ഞപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് ഭരണകൂടം. സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പുറത്തുവിട്ട കണക്കുകളിൽ 20 മുതൽ 25 ലക്ഷം വരെ മരണമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ 5 ലക്ഷത്തോളം മരണം മാത്രമായിരുന്നു. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നിരന്തര ആവശ്യത്തെയും BJPയും കേന്ദ്ര സർക്കാരും ആദ്യം നേരിട്ടത് ഇങ്ങനെ തന്നെയായിരുന്നു. അർബൻ നക്സൽ ആശയമെന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. അവിടെയും തളരാതെ ഭാരത് ജോഡോ ന്യായയാത്രയിലെ പ്രധാന വിഷയമാക്കി രാഹുൽ ഗാന്ധി ജാതി സെൻസസിനെ മാറ്റി.
ഒടുവിൽ ഗത്യന്തരമില്ലാതെ മലക്കം മറിഞ്ഞ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേവലം ഒരാവശ്യം അംഗീകരിക്കപ്പെട്ടു എന്ന നിലയിലല്ല ഇതിനെ കാണേണ്ടത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിനുശേഷമുള്ള നാളുകളിലെ രാജ്യത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് പോലും സാമൂഹ്യനീതിയായി മാറുകയായിരുന്നു എന്നതാണ് അവിടെ ശ്രദ്ധേയം. രാജ്യസുരക്ഷ അപകടത്തിലാണെന്ന് നിരവധി വട്ടം ഉന്നയിച്ചപ്പോഴും രാഹുൽ ഗാന്ധിക്ക് രാജ്യദ്രോഹി പട്ടം ചാർത്തിക്കൊടുക്കാനാണ് സംഘപരിവാർ നേതാക്കൾ ശ്രമിച്ചത്. ഒടുവിൽ 4000 കിലോമീറ്റർ ഭൂമി ചൈനയുടെ പിടിയിലാണെന്ന യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴും അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ തിരിച്ചടിയിലും രാജ്യം പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണിപ്പോഴും. രോഹിത് വെമുലയ്ക്ക് വേണ്ടി ഹൈദരാബാദിൽ ഓടിയെത്തിയ അതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഹത്രാസിലെയും ലഖിംപൂരിലെയും ഖേരിയിലെയും മനുഷ്യരെ ചേർത്ത് പിടിക്കാനെത്തിയതും. കന്യാകുമാരിയിലെ കൊടുംചൂടിൽ നിന്നും വഴിവഴിയായുള്ള പ്രകൃതിയുടെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കാശ്മീരിൻ്റെ കൊടുംതണുപ്പിൽ അരക്ഷിതാവസ്ഥയിലും ഭയത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യരെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പാതകളിലേക്ക് കൈപിടിച്ച് നടത്തിയാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ ഹൃദയം കീഴടക്കിയത്. ഇനിയും ഒരുപാട് അധികമുണ്ട് ചെയ്തു തീർക്കാൻ. ഇതിനൊക്കെയും കരുത്തായി നമ്മളിൽ ഓരോരുത്തരുടെയും കൈകളുണ്ടാ നെഞ്ചിൽ. അതൊക്കെയും ചേർത്ത് പിടിച്ചൊരുനാൾ സ്നേഹത്തിൻ്റെ മാത്രമായൊരു കമ്പോളമുണ്ടാക്കും ആ മനുഷ്യൻ. ഒപ്പം ചേർന്ന് നിൽക്കാം. ഏറെ സ്നേഹത്തോടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾക്ക് ജന്മദിനാശംസകൾ എന്നാണ് രാഗയ്ക്ക് വേണ്ടി അദ്ദേഹം കുറിച്ച മനോഹരമായ വരികൾ. അതിൽ അനുഭവങ്ങളുണ്ട്, അടുത്തറിഞ്ഞ പാഠങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വൈകാരികതയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളുമുണ്ട്. സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഹൃദ്യമായ ജന്മദിനാശംസകൾ നേരുന്നു.